ലഡാക്ക് യാത്രയുടെ 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഖാർത്തുംഗ്ലയ്ക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഭാവമൊക്കെ മാറിയിട്ടുണ്ട്. തണുപ്പ്, മൂടൽമഞ്ഞ്, മേഘം എല്ലാം കൂടി ചേർന്നുള്ളൊരു ഭാവമാണിപ്പോൾ. ലഡാക്ക് യാത്രയുടെ കൂടുതൽ വീഡിയോകൾ കാണാനായി സൂം ഡെസ്റ്റിനി ചാനൽ സന്ദർശിക്കുക. ഖാർത്തുംഗ്ലയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഓരോ വാഹനത്തിലുള്ള യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് വാഹനങ്ങളിലുള്ള യാത്രക്കാരുടെ എണ്ണവും പേര് വിവരങ്ങളും കൊടുക്കണം. ആദ്യം കാണുന്നത് ലഡാക്ക് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അത് കഴിയുമ്പോൾ ആർമിയുടെയും പോസ്റ്റുകളുണ്ട്, പക്ഷേ അവിടെ ചെക്കിംഗ് ഇല്ല. ചെക്കിംഗ് ലിസ്റ്റ് കൊടുക്കേണ്ടത് ലഡാക്ക് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. ഇവിടുത്തെ ആർമിയുടെ ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ സിയാച്ചിൻ വാരിയേഴ്സ്, അവരുടെ ക്യാമ്പാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഇന്ത്യയുടെ ഭാഗമായ സിയാച്ചിൻ കാക്കുന്നത് സിയാച്ചിൻ വാരിയേഴ്സാണ്. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഏകദേശം എല്ലാ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ അല്പം ബോറിംഗ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ 18 മുതൽ 20 മിനിറ്റൊക്കെ ഇടുന്ന വീഡിയോകൾക്ക് പകരം 12 മിനിറ്റുള്ള വീഡിയോകളായിട്ട് ഞാൻ ചുരുക്കിയിരിക്കുകയാണ്. മലഞ്ചെരുവിൽ കാണുന്ന ഒരു കുളമാണ്. ഇപ്പോൾ ഇത് മഞ്ഞാണോ അതോ മേഘമാണോ? എനിക്ക് തോന്നുന്നു മേഘമായിരിക്കും. നമ്മൾ സഞ്ചരിച്ച് മേഘത്തോടടുത്തു. ഖാർത്തുംഗ്ലയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണും അതിനകത്ത് പാറക്കല്ലുകളും, അതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഓരോ മലകൾ കയറി ചെല്ലുമ്പോഴും അതിന് മുകളിലേക്ക് പിന്നെ അടുത്ത മലയാണ്. ഇത്രയും നേരം വണ്ടിയിൽ മലകൾ കയറി വരും. അപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു മല ഇതിൻ്റെ മുകളിൽ. ഒരു ചെറിയൊരു അരുവി താഴെ കൂടെ ഒഴുകി പോകുന്നുണ്ട്.
മുകളിലേക്ക് നോക്കുമ്പോൾ മുകൾ വശം മുഴുവൻ മഞ്ഞാണ്. മഞ്ഞ് കണ്ടു തുടങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അരികിൽ അതിനു മുമ്പ് അപകടത്തിൽപ്പെട്ട ഒരു വാഹനം ഏതെങ്കിലും എടുത്ത് ആ സൈഡിൽ തന്നെ കോൺക്രീറ്റൊക്കെ ഇട്ട് അവിടെ അങ്ങ് സ്ഥാപിച്ചിരിക്കുകയാണ്. കാര്യം ബോർഡ് വെച്ചാൽ ആരും ശ്രദ്ധിക്കില്ല. അതിന് പകരം ആ തകർന്ന വണ്ടി തന്നെ എടുത്ത് അവിടെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അതൊരു മുന്നറിയിപ്പാണ്, സൂക്ഷിച്ചു പോവുക എന്നതിന്. മഞ്ഞുകാലത്ത് ഈ കുന്നുകൾ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ദൂരെ കാണുന്ന മലകളിൽ വെയിലുണ്ട്, ഇവിടെ വെയിലില്ല. ഇത് മേഘം തന്നെയാണ്. ആ മേഘത്തിൻ്റെ ആ ലെവലിൽ തന്നെയാണ് ദൂരെ അങ്ങ് താഴ്വാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മേഘമായി കാണുന്ന ആ ഭാഗം തന്നെയാണ് ഈ മലമുകളിൽ വന്ന് സ്പർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മേഘം തന്നെയാണ്. വീണ്ടും വണ്ടി ഇങ്ങനെ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. മേഘങ്ങളുടെ ഇടയിലേക്ക് ഒരു വാഹനത്തിൽ, വിമാനത്തിലല്ലാതെ ഒരു വാഹനത്തിൽ മേഘങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലുന്നത്. BROയുടെ റോഡ് നിർമ്മാണ യന്ത്രങ്ങളാണ്. ഈ പാറകളെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ഈ പാറകൾ ഇങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി ഇങ്ങനെ തന്നെയാണ്. അതിന് മുകളിൽ മഞ്ഞും കാണാം. പെട്ടെന്ന് കണ്ടാൽ ഇതെല്ലാം നമ്മൾ തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്ന പാറകളാണെന്ന് തോന്നും. വീട് പണിക്കോ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പൊട്ടിച്ചിട്ട പാറയാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതിങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് നടക്കണമെന്നോ സ്പീഡിലൊന്ന് നടക്കണമെന്നോ ഓടണമെന്നോ വിചാരിച്ചാൽ സാധിക്കത്തില്ല. അല്ലെങ്കിൽ പട്ടാളക്കാർക്കൊക്കെ ഉള്ളതുപോലെ ഒരാഴ്ച അക്ലമറ്റൈസേഷൻ കഴിഞ്ഞ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
ഓക്കെ. പട്ടാളക്കാർക്ക് ഒരാഴ്ച അക്ലമറ്റൈസേഷൻ ആണെന്നാണ് പറയുന്നത്. അവർ വേറെ ഒന്നും ചെയ്യില്ല. വന്ന ഉടനെ ഒരാഴ്ച ക്യാമ്പിൽ റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞേ അവരെ ഡ്യൂട്ടിക്ക് വിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഖാർത്തൂങ്-ലായിലേക്ക് എത്തുകയാണ്. മഞ്ഞ്, റോഡ് സൈഡിൽ തന്നെ മഞ്ഞ്, കട്ടി പിടിച്ച മഞ്ഞാണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ എത്തി, ഖാർത്തൂങ്-ലായിലെത്തി.